ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഈ നെറ്റിയിലെ വിഷ്ണുവേട്ട എന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ആ ചക്കരയമ്മൻ തന്നെ. ഹോസ്പിറ്റൽ ജീവിതമൊക്കെ ആയതുകൊണ്ടേ കുറച്ച് ദിവസമായി കിട്ടിയിട്ട്. ഇവിടെ ഈ നെറ്റിയിൽ ഉമ്മ. എന്റെ കുട്ടി അതൊക്കെ ഞാൻ വന്നപ്പോഴേ തന്നു. ഗോപാലേട്ട, ഈശ്വരൻ നമ്മളെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുക. ഈ നസീറിന്റെ കേസ് നമുക്കൊരു തീരാ തലവേദനയാണല്ലോ. നീ വിഷ്ണുവിനോട് സൂക്ഷിക്കാൻ പറയണം. മകൻ നഷ്ടപ്പെട്ടതിന്റെ പക മുഴുവനും അവൻ നമ്മുടെ വിഷ്ണുവിനോട് തീർക്കും. അത് തീർച്ചയാണ്. ബ്രോ, ഈ പണം അമ്മ ഏൽപ്പിക്കേണ്ടത് നീ തന്നെയാ. നീ ഹൈദ്രൂസിനെ തിരിച്ചടിച്ച് വാങ്ങിച്ചു തന്നെയാന്ന് പറയണം. കാരണം ഇനി മുതൽ നീ തന്നെ ആയിരിക്കണം ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നോക്കേണ്ടത്. ബ്രോ, എന്നെ കൊണ്ടതിന് കഴിയോ? കഴിയണം. അളമുട്ടിയ ചേരയും കടിക്കുന്നു പറയാറില്ലേ, അതുപോലെ ആക്കണം നിന്റെ മനസ്സ്. എടാ, അടി കൊടുത്തേ പണം കിട്ടുമെന്നെങ്കിൽ അടി കൊടുത്തിട്ട് തന്നെ വാങ്ങണം. പിന്നെ മുന്നും പിന്നെ നോക്കരുത്. നോക്കിയാ പിന്നെ നമ്മൾ പതറിപ്പോവും. പതറിപ്പോയാ പിന്നെ ഈ ജോലി ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മൾ പരാജയപ്പെടും. ജയപരാജയങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരിക്കലും ഈ പണിക്കിറങ്ങരുത്. ഇറങ്ങിയാൽ നമ്മുടെ കയ്യിലേക്ക് നിൽക്കില്ല. ബ്രോ, പൂർണ്ണമായിട്ട് തന്നെ ഏൽപ്പിക്കുകയാണോ? എടാ, നമ്മുടെ ബിസിനസ് നമ്മളല്ലാതെ മറ്റാരും നടത്തിക്കൊണ്ട് പോവുക. എടാ, അമ്മയ്ക്കൊരു കൈസായത്തിന് ഞാനില്ലെങ്കിൽ നീയാ ഉണ്ടാവണ്ടേ. ഒരു വയറ്റി ജനിച്ചില്ലെന്നേ ഉള്ളൂ. നീ എന്റെ അനിയൻ തന്നെയാ. ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ ആവും വേണം. ബ്രോ ഉണ്ടല്ലോ എന്റെ പിന്നിലെ, ഞാൻ ശ്രമിക്കാം. എന്റെ മുന്നിലും നീയാ ഉണ്ടാവണ്ടേ. എനിക്കിനി നിന്റെ നിഴലായി മാറാനേ കഴിയുള്ളൂ. നീ വന്നേ, പണം അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. വാ. പിള്ളേ, ആ വർഷോപ്പുകാരന്റെ പൈസ ഇതുവരെ കിട്ടിയില്ലല്ലോ. അത് വിഷ്ണു കുഞ്ഞ് അയാൾക്ക് കുറച്ച് സാവകാശം കൊടുത്തിരുന്നു സത്യാമ്മി. അയാളുടെ കുഞ്ഞിനെന്തോ അസുഖമാണെന്ന് പറയുന്നത് കേട്ടു. ഈയിടെയായിട്ട് അവന് കുറച്ച് ദീനാനുകമ്പ കൂടുന്നുണ്ട്. ആ, ദേ വിഷ്ണു കുഞ്ഞ് വന്നല്ലോ. ആ, എവിടെ കൊടുറ. അതെ, ഇത് ഹൈദ്രോസിന്റെ പണമാ. അല്ല, ഇവൻ തന്നെ അടിച്ചു വാങ്ങിച്ചാ. ഞാൻ ഒന്ന് കൂടെ വന്നേ ഉള്ളൂ. അങ്ങനെ വേണം. സത്യഭാമ വളർത്തിക്കൊണ്ടുവന്നത് പൂച്ചക്കുട്ടികളെ അല്ല, 2 പുലിക്കുട്ടികളെ തന്നെയാണെന്ന് അവനൊന്ന് മനസ്സിലാക്കട്ടെ. മാത്രമല്ല, ഹൈദ്രോസിന് കിട്ടിയത് 4 ആൾ അറിയുകയും ചെയ്യണം. പണം തിരികെ തരാത്തവർക്ക് ഹോസ്പിറ്റൽ സഹവാസം കൂടി അനുഭവിക്കേണ്ടി വരുമെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. മക്കളെ, അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലാണല്ലോ അല്ലേ? അല്ല, ഇനി ഇതിന്റെ പേരിൽ കേസിന് കൂട്ടത്തിന് നിൽക്കേണ്ടി വരില്ലല്ലോ അല്ലേ? എന്തു കേസും കൂട്ടോ? പണം വാങ്ങിയാ തിരിച്ചു തരണം. അതിന് പകരം ഗുണ്ടായിസ് കൊടുത്താലേ തിരിച്ചും ഗുണ്ടായിസ് എടുക്കും. അത് നാട്ടു നടപ്പാ. അതെ അതെ അതെ, ഗുണ്ടായിസ് എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതിന്റെ പിന്നാലെ നടക്കാനേ വിഷ്ണുവിന് ഇനി സമയം ഉണ്ടാവില്ലെന്നാ ഞാൻ പറഞ്ഞത്.
അവന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയേ അവൻ അവളാരും നോക്കണം. എന്റെ ദൈവമേ, ഈ തിരക്കിനിടയ്ക്ക് ആ കാര്യങ്ങൾ മറന്നുപോയി. എടാ അതൊന്നും സാരമില്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. പിന്നെ നിന്നെ ഒരു അത്യാവശ്യത്തിന് വിട്ടിരിക്കുകയാണെന്ന് ഞാൻ മോളോട് പറയുകയും ചെയ്തു. എടാ, ഡിസ്ചാർജ് ആയപ്പോ നീ ഉണ്ടായിരുന്നില്ല എന്നുള്ള സങ്കടമൊന്നും വേണ്ട. ഇനിയാ ശാലിനിക്ക് നിന്റെ ശരിക്കുള്ള സഹായം വേണ്ടുന്നത്. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. നീ ചെല്ലടാ അങ്ങോട്ട്. ഹൈദ്രോസിന്റെ മാത്രമല്ല, ആ വർക്ക്ഷോപ്പിൽ കൂടി ഒന്ന് പോണം. ആ. വിഷ്ണു എന്തോ സാവകാശം കൊടുത്തു പറയുന്നത് കേട്ടു. എടാ അതൊന്നും നടക്കില്ല. മുതലില്ലെങ്കിൽ കൃത്യമായിട്ട് പലിശയെങ്കിലും എനിക്ക് കിട്ടണം. ഭാര്യയുടെ ഏത് ആവശ്യം സഹിച്ചാലും ഞാൻ ഒപ്പം ഉണ്ടാവും. ഒരു അനുസരണയുള്ള പൃഥ്വിനെ പോലെ. എന്ത് വേണേ ചോദിച്ചോ. താൻ ഈ മുക്കുവിന്റെ ഭൂത്തിനെ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ എന്തു സാധിച്ചരാൻ ഒരടിമയെ പോലെ ഒരു ഭൂതത്തെ കിട്ടിയിരിക്കുക. ചോദിച്ചോ, എന്തു നടത്തിത്തരും. ഉറപ്പാണോ? ഉറപ്പ്. എന്റെ ഈ നെറ്റിയിലെ വിഷ്ണുവായിട്ട് എന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ആ ചക്കരയമ്മൻ തന്നെ. ഹോസ്പിറ്റൽ ജീവിതമൊക്കെ ആയതുകൊണ്ടേ കുറച്ച് ദിവസമായി അത് കിട്ടിയിട്ട്. ഇവിടെ ഈ നെറ്റിയിൽ ഉമ്മ. എന്റെ കുട്ടി അതൊക്കെ ഞാൻ വന്നപ്പോഴേ തന്നു. എന്റെ വക ഞാൻ ഓക്കെ ആക്കിയതാ. താൻ നല്ല മയക്കത്തിലായത് എന്റെ കുഴപ്പമില്ല. ഇവിടെ കള്ള. ശരി, വിഷമിക്കണ്ട. പലിശ സഹിതം ഞാൻ തരാം.